أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن مع العسر يسرا إن مع العسر يسرا അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ഇൻഷിറാഹിലെ 6ഉം 7ഉം വചനങ്ങളാണ് കേട്ടത്. അർത്ഥം: അപ്പോൾ ഓർമ്മിക്കുക, തീർച്ചയായും പ്രയാസത്തോടുകൂടി പ്രയാസത്തെ തുടർന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. അതെ, തീർച്ചയായും പ്രയാസത്തോടുകൂടി അതിനെ തുടർന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു: അറബി നിയമം അനുസരിച്ച് തൻവീൻ എപ്പോഴും മഹത്വത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം, തീർച്ചയായും ഈ ഞെരുക്കത്തിന് ശേഷം ഒരു വലിയ എളുപ്പമുണ്ട്. അതെ, തീർച്ചയായും ഈ ഞെരുക്കത്തിന് ശേഷം ഒരു വലിയ എളുപ്പമുണ്ട്. അതായത് ഇതിൽ യഥാർത്ഥ ഉദ്ദേശ്യം ഞെരുക്കത്തെക്കുറിച്ച് സൂചിപ്പിക്കുക എന്നതല്ല, മറിച്ച് എളുപ്പത്തിന്റെ മഹത്വവും പ്രാധാന്യത്തിനും ഊന്നൽ നൽകുക എന്നതാണ്. എന്നാൽ ചില അറബി വ്യാകരണ പണ്ഡിതർ പറയുന്നത്, ഈ ആയത്തിൽ യുസ്റൻ എന്ന വാക്ക് നിശ്ചയമില്ലാത്ത അഥവാ സാധാരണ നാമത്തിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ ആ വാക്കിന്റെ ആവർത്തനം വ്യക്തമാക്കുന്നത് ഒന്നല്ല, മറിച്ച് 2 യുസ്റൻ അഥവാ 2 എളുപ്പമുണ്ടാകും എന്നാണ്. അവരുടെ പക്കൽ ഈ ആയത്തിന്റെ അർത്ഥം, തീർച്ചയായും ഈ ഞെരുക്കത്തിന് ശേഷം ഒരു വലിയ എളുപ്പമുണ്ട്, തീർച്ചയായും ഈ ഞെരുക്കത്തിന് ശേഷം മറ്റൊരു വലിയ എളുപ്പവുമുണ്ട്. ഹദീസിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചിരിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്ർ അഥവാ ഞെരുക്കം യുസ്ർ അഥവാ എളുപ്പത്തിന്റെ പുറകെ ഓടിവരുന്നതായി ഞാൻ കണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഞെരുക്കം 2 യുസ്ർ അഥവാ എളുപ്പത്തിന് മേൽ വിജയം കൈവരിക്കുകയില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, കശ്ഫിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തിനെ കുറിച്ച് മനസ്സിലായത് 2 എളുപ്പവും 1 ഞെരുക്കവും എന്നതാണ്. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ ആയത്തിൽ പറയുന്ന 2 എളുപ്പം എന്താണ് എന്നതാണ്. അതിനുള്ള മറുപടി, മനുഷ്യന് പൂർണ്ണമായ മനസ്സമാധാനം ലഭ്യമാകുന്നത് മാനസികവും അതേപോലെ ബാഹ്യവുമായി 2 രീതിയിലും മനസ്സമാധാനത്തിന്റെ അവസ്ഥ കൈവരുക എന്നതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കുകൾ ജനങ്ങൾ എതിർക്കുകയും എന്നാൽ അവർ അയാളെ മർദ്ദിക്കുകയോ ബാഹ്യമായ നിലയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും മാനസികമായി അയാളുടെ ഉള്ളിൽ അസ്വസ്ഥത നിലനിൽക്കുന്നതാണ്. ഏതൊരു മനസ്സമാധാനമാണോ മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്നത്, അതയാൾക്ക് പൂർണ്ണമായി ലഭ്യമാവുകയില്ല. ഇതേപോലെ നേരെ തിരിച്ചും ഉണ്ടാകാറുണ്ട്. അതായത് അയാളുടെ വാക്കുകൾ എതിർക്കുന്നില്ല, എന്നാൽ തക്കം കിട്ടിയാൽ അയാൾക്ക് ബാഹ്യമായ നിലയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. ഒരു കഥ പ്രസിദ്ധമാണ്. ജാട്ട് വിഭാഗക്കാരനായ ഒരു വ്യക്തിയുടെ കൃഷിയിടത്തിനടുത്ത് ഒരാൾ തമ്പടിച്ചു. അയാൾ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ദൈവമാണ്. അത് കേട്ട് അയാളുടെ ചുറ്റും ഒരുപാട് ജനം ഒത്തുകൂടി അയാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ തുടങ്ങി. ഈ ഭൂവുടമ അത് എല്ലാ ദിവസവും വീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം എല്ലാവരും അയാളുടെ അടുത്ത് നിന്ന് പോയ സന്ദർഭം നോക്കി ആ ഭൂവുടമ ദൈവമാണ് എന്ന് വാദിച്ച ആളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് അയാളുടെ മുമ്പിൽ ഭവ്യതയോടുകൂടി ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ തന്നെയാണോ ദൈവം? അയാൾ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് ദൈവം. അത് കേട്ട ഉടൻ അയാളുടെ കഴുത്തിന് കയറി പിടിച്ചുകൊണ്ട് ആ ഭൂവുടമ തന്റെ ഓരോ കുടുംബാംഗങ്ങളുടെ പേരെടുത്തുകൊണ്ട്, അവരുടെയൊക്കെ ജീവൻ എടുത്തത് താങ്കളാണല്ലേ എന്ന് അയാളെ പൊതിരെ തല്ലിക്കൊണ്ട് ചോദിച്ചു തുടങ്ങി. അവസാനം അയാൾ ക്ഷമ ചോദിച്ചുകൊണ്ട്, ഞാൻ ദൈവമല്ല എന്ന് പറഞ്ഞു. അതേപോലെ ഒരാൾ ഒരു അധ്യാപനത്തിൽ വിശ്വസിക്കുകയും
എന്നാൽ തുടരെ തുടരെ ഈ അധ്യാപനം സത്യമാണോ അല്ലയോ എന്ന ചോദ്യം അയാളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പൂർണ്ണ മനസ്സമാധാനവും മനസ്സംതൃപ്തിയും ലഭിക്കുന്നത് ബാഹ്യവും മാനസികവുമായ നിലയിലും മനസ്സമാധാനവും ലഭിക്കുന്നവനാണ്. അള്ളാഹു പറയുന്നു, അല്ലയോ പ്രവാചകരെ, ഇന്ന് ജനം നിന്റെ കൂടെ ഉള്ളവരെ ശക്തമായ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. തീർച്ചയായും അവർക്ക് രണ്ട് രീതിയിലുള്ള സംതൃപ്തിയുടെ അവസ്ഥ കൈവരുന്നതാണ്. അവർ വിശ്വസിച്ചതിനെക്കുറിച്ച് അവർക്ക് ദൃഢബോധ്യമുള്ള അവസ്ഥ കൈവരുന്നതാണ്. മാനസികമായി അവർ അതിൽ തൃപ്തരായിരിക്കും. അതേപോലെ ബാഹ്യമായി അവർക്ക് നേരെയുള്ള ശത്രുക്കളുടെ പീഡനവും കുറഞ്ഞു വരുന്നതാണ്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.